എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പം നമുക്ക് ഈസ്റ്ററായിട്ട് നല്ല പിടിയും ഇറച്ചിയും കഴിച്ചാലോ? അപ്പം അതിന് വേണ്ടി പിടിക്ക് വേണ്ടിയുള്ള മാവെല്ലാം സെറ്റായിട്ടുണ്ട്. മാവ് സെറ്റാക്കിയത് ചായനാണ്. നല്ല നോക്കാൻ അടിപൊളിയായിട്ട് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ മാവിൻ്റെത്. അങ്ങനെ മാവൊക്കെ സെറ്റായി. ഇനിയാണ് നമ്മുടെ പിടി ഉരുട്ടൽ. ഇതാണ് ഒരു ടൈം ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അങ്ങനെ നമ്മളിത് പിടി ഉരുട്ടാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സ്പെഷ്യൽ കറിയും ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ കോഴിക്കറിയല്ല വെക്കുന്നത്, ഒരു സ്പെഷ്യൽ കറിയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം ഞങ്ങളുടെ ചെറിയ വ്ലോഗ് ഫുള്ളായിട്ട് ഉണ്ടാക്കാൻ. പിടിയും ഇറച്ചിയൊക്കെ ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ എളുപ്പമാണ്, പക്ഷെ ഏറ്റവും പാടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഉണ്ട പിടിക്കുക. ഏറ്റവും ചെറിയ ഉണ്ട പിടിച്ചാൽ അത്ര ടേസ്റ്റ് ആയിരിക്കും. ഈ ഉണ്ട പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സമയം എടുക്കും. ഇപ്പം തന്നെ അരമണിക്കൂർ കൂടുതലായി. ഇത്രയും ഉണ്ട ഞാൻ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് 1 മണിക്കൂറാവും. ഇജാനാണ് കേട്ടോ മാവൊക്കെ അടിപൊളി സെറ്റാക്കി തന്നത്. ബാക്കി കുറേയൊക്കെ ഉണ്ട പിടിച്ച് തന്നു. ബാക്കി ഇനി എനിക്കുള്ള പണിയാണ് ഇത്രയും. എല്ലാവരും നമ്മുടെ പിടിയും നല്ല കോഴിയിറച്ചിയാണല്ലോ വെക്കുന്നത്. ഇതിൻ്റെ അവിടെ നല്ല കോഴിക്കറി. ഇത് ഞങ്ങളിതൊരു സ്പെഷ്യൽ ഐറ്റമാണ് വെക്കുന്നത്. കോഴിക്കറി മാറ്റി വേറൊരു സ്പെഷ്യൽ അല്ലേ? അപ്പം എല്ലാവർക്കും ഇച്ചിരി വലുതായിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയുമെന്നാണ് പറയുന്നത്. ചെറുതായ അതാണ് നല്ലത്. പക്ഷെ ചെറുതിങ്ങനെ ചെയ്യണമെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മ നമ്മളെല്ലാവരും കൂടെ ഉണ്ട പിടിക്കുമ്പോഴത്തേക്കൊന്ന് പെട്ടെന്ന് പിന്നെയും കഴിയും. ഒറ്റയ്ക്കൊന്നും നടക്കും, പെട്ടെന്ന് തീരത്തില്ല, സമയം ഒരുപാട് വേണം. ഈസ്റ്ററായിട്ട് നമ്മുടെ പിടിയും കറിയും കഴിക്കാമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങളിത് രാത്രി തന്നെ ചെയ്യുകയാണ്. നോക്കേ, പിടി റെഡി. അങ്ങനെ നമ്മുടെ ഇനി ഇത് വെച്ച് നമുക്ക് പിടി ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ ഇതിൽ നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ച് നമ്മൾ നല്ല വെള്ളം തിളപ്പിച്ച് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വെള്ളം തിളപ്പിച്ച് ഇതിലാണ് നമ്മൾ മാവ് കുഴയ്ക്കുന്നത്. ഇതിൽ നിന്ന് എടുത്തിട്ടാണ് മാവ് കുഴയ്ക്കുന്നത്. മാവ് കുഴച്ചതിന് ശേഷം അതിൽ നമ്മൾ വെള്ളം വെച്ചിരിക്കും. ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ നമ്മുടെ പിടി ഇട്ട് കൊടുക്കും. ഇതിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുത്ത് നമ്മൾ പിടി കുഴച്ചത്. ഈ വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചായിരുന്നു എടുക്കേണ്ടത്. നമുക്കിവിടെ ചതയ്ക്കാനുള്ള സംഭവം ഇല്ലാനും ഉണ്ട്. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ നമുക്ക് പിടിയിടാം. നല്ലോണം വെട്ടി തിളയ്ക്കുക. നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കുറവാണ് കേട്ടോ. നമുക്കൊരു കുറച്ച് ഉപ്പും കൂടി ഇടാം. മതിയായിരിക്കുമല്ലോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശകലം കുറവ് പോലെ തോന്നി, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് പിടിയിട്ടാലോ. ഓൾറെഡി നല്ല ആയിരുന്നു. പിന്നെ നമ്മൾ ഈ പിടി വെക്കാൻ പോയി 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് താന്ന്. പിന്നെ ഒന്നും കൂടെ നമ്മളൊന്ന് വെട്ടിത്തിളപ്പിക്കാൻ വേണ്ടി കയറിയതാണ്. ഇത്രയും വെള്ളം വേണം വെച്ചാൽ, കാരണം നമുക്ക് ഇത് പിടിയിടുമ്പോൾ മുങ്ങി കിടക്കണം. അപ്പം ഇത്രയും വേണം. ഇതാണ്ട് കുഞ്ഞി പിടി. പിടിയെല്ലാം ഈ തിളയ്ക്കുന്ന നമ്മുടെ ഇതിലോട്ടൊന്ന് ഇടിയാണ്. എന്താ കുഞ്ഞു പിടിയാണ്. നമ്മൾ എത്ര മാക്സിമം ചെറിയ പിടിയാക്കാവോ അത്ര ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അങ്ങനെ നമ്മുടെ പിടി നല്ലോണം നമ്മൾ തിളച്ച ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലോണം ഒരു തിള വന്ന് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം പിടി ഒട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പം അതിന് ശേഷം അതിലേക്ക് ഇച്ചിരി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പൊടിയല്ല നമ്മുടെ തേങ്ങയും ഇച്ചിരി മാവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 8-10 മിനിറ്റ് മാക്സിമം മതി ഇതൊന്ന് നല്ല രീതിയിൽ വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടില്ല, 10 മിനിറ്റ് ആയി. 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഈ ഒരു പരുവമായി. അങ്ങനെ നമ്മളത് മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ബീഫ് മപ്പാസ് റെഡിയാക്കാം. അപ്പം അതിലേക്ക് വേണ്ടുന്ന സംഭവങ്ങൾ, നമ്മൾ ബീഫ്, അതിലേക്കൊരു ചെറിയ ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു കഷ്ണം ഏലക്ക മതി, ഒരു ഏലക്ക, ഗ്രാമ്പു
ഗ്രാമ്പൂഒക്കെ ഒരു 3 എണ്ണം മാക്സിമം, അത്രയൊക്കെ മതി. പിന്നെ കറുവാപ്പട്ട ഒരെണ്ണം ഇട്ടിട്ടുള്ളായിരുന്നു. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണമെന്നില്ല, ഞാനൊരു ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഗരം മസാല കുറച്ചിടുക, പിന്നെ ഉപ്പും അതിൻ്റെ അകത്ത് ഇടുക. അതിനുശേഷം നമുക്ക് 2 പാൽ, ഒരു 1.5 ഗ്ലാസ് 2 പാലും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കുക്കറിൽ ഒരു 5-6, ഇവിടെ ഒരു 7 വിസിലെങ്കിലും മിനിമം വേണം, അവിടെ വേവ് അനുസരിച്ച്. അങ്ങനെ വിസിലടിച്ചൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഫുള്ളായില്ല, ഇനിയും കുറച്ച് പണിയുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല, നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല തന്നെ ഒരു ടീസ്പൂൺ മതി, ഒരു ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അത് ഒരു 1-2 ടീസ്പൂൺ മാക്സിമം, എരി അനുസരിച്ച്. ഓൾറെഡി നമ്മൾ 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ വിനെഗർ, അതൊരു വിനെഗർ ഒരു ടീസ്പൂൺ മതി, ഒരു ടീസ്പൂൺ വിനെഗർ ഇല്ല എങ്കിൽ കുഴപ്പമില്ല, വിനെഗർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് ജസ്റ്റ് ഒരു കുറച്ച് നേരം അതിനെ ഒന്ന് തിളപ്പിക്കുക. അതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 പാൽ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ ഒഴിച്ചതിന് ശേഷം വരരുത്, എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക, ജസ്റ്റ് ചൂടായതിന് ശേഷം. ഇനി അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി നല്ല എണ്ണ ചൂടായതിൽ ചുമന്നുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം ബ്രൗൺ ആക്കി നമുക്ക് എടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ വരും, ഒരുപാടായി കരിഞ്ഞു പോകരുത്. ഈ ഒരു പരുവം കറക്റ്റാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് മപ്പാസിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഐറ്റം വന്ന് കഴിയുമ്പോൾ കറി വേറെ ലെവലാവും. ഇത് ഒഴിച്ചതിന് ശേഷം ഉടനെ ഇളക്കണ്ട, ഒരു കുറച്ച് നേരം അതൊന്ന് സെറ്റാവാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കാം. അതിന് ശേഷം മാത്രമേ നമ്മളിതെടുക്കാവുള്ളൂ. അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു രുചി വരുന്നത്. ഇപ്പം റെഡി ആയിട്ടുണ്ട് ബീഫ് മപ്പാസ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നമ്മുടെ പിടിയുടെ കൂടെ ഈ ഒരു ഐറ്റം ബീഫ് മപ്പാസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. ഇച്ച എങ്ങനെയുണ്ട് നമ്മുടെ പിടിയും ബീഫ് മപ്പാസും? കഴിച്ചോട്ടെ. അടിപൊളി. സീരിയസ്ലി വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടി. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. അപ്പം അടിപൊളി. അപ്പം ഞങ്ങൾ ഇനി പിടിയും കോഴിക്കറിയൊക്കെ കഴിക്കട്ടെ. അല്ല സോറി, പിടിയും ബീഫും കേട്ടോ, ബീഫായിരുന്നു. അപ്പോൾ പിടിയും ബീഫൊക്കെ കഴിക്കട്ടെ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.